ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണം സംസാരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പണം നിശബ്ദമായി ഭരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം, അതിലെ ബാങ്കുകൾ, ഗവൺമെന്റുകൾ, യുദ്ധങ്ങൾ, ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു നിഴൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബമുണ്ട്. കഴിഞ്ഞ 200 വർഷമായി ലോക ചരിത്രത്തിലെ ഓരോ നിർണായക നിമിഷത്തിലും അവരുടെ സാന്നിധ്യമുണ്ട്. നെപ്പോളിയൻ യുദ്ധങ്ങളിൽ ബ്രിട്ടനെ ജയിപ്പിച്ചതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കയെ ഒരിക്കൽ പാപ്പരാകാതെ രക്ഷിച്ചത് ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം ഇന്നും നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതൊരു വെറും ബാങ്കിംഗ് കുടുംബത്തിന്റെ കഥയല്ല. ഇത് അതിജീവനത്തിന്റെ, ചാരപ്പണിയുടെ, നിഗൂഢമായ വിവരശേഖരണത്തിന്റെ, എല്ലാറ്റിനും ഉപരി അധികാരത്തിന്റെ കഥയാണ്. ഫ്രാങ്ക്ഫർട്ടിലെ ഒരു ജൂതച്ചേരിയിലെ ഇടുങ്ങിയ തെരുവിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തങ്ങളുടെ വിരൽത്തുമ്പിലാക്കിയ 5 സഹോദരന്മാരുടെ വിശ്വസിക്കാനാവാത്ത ചരിത്രം. റോത്സ്ചൈൽഡ് ഹൗസ് ചരിത്രം അവരെക്കുറിച്ച് മൗനം പാലിക്കുന്നുണ്ടാകാം. പക്ഷേ ലോകത്തിലെ ഓരോ കറൻസി നോട്ടിലും അവരുടെ കയ്യൊപ്പുണ്ട്. നമുക്ക് നോക്കാം, ആരാണ് യഥാർത്ഥത്തിൽ ഈ റോത്സ്ചൈൽഡുകൾ? നിങ്ങൾ ഇന്നറിയുന്ന ലോകം ബാങ്കുകളും സർക്കാരുകളും നിയന്ത്രിക്കുന്ന ഒരു ലോകമാണ്. പക്ഷേ ഈ സംവിധാനത്തിന്റെ അടിത്തറ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം പതുക്കെ പണിതതാണ്. നൂറ്റാണ്ടുകളായി കുടുംബ ഐക്യവും ലാഭത്തിനായുള്ള കൃത്യമായ പദ്ധതികളും ഒന്നിച്ചു ചേർന്നപ്പോൾ റോത്സ്ചൈൽഡ് ഹൗസ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അസാധാരണമായ ശക്തിയായി മാറി. ഒരു ചെറിയ കുടുംബം വ്യാപാരമായി ആരംഭിച്ച കഥ കാലക്രമേണ ആഗോള ബാങ്കിംഗ് സംവിധാനത്തെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക രാജവംശമായി മാറി. യുദ്ധങ്ങളുടെ പിന്നണിയിൽ, രാജ്യങ്ങളുടെ നിർണായക തീരുമാനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ശക്തിയുടെ നിഴലിൽ ഈ കുടുംബത്തിന്റെ സ്വാധീനം നിശബ്ദമായി പ്രവർത്തിച്ചു. അവസാനം അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ ബാങ്കിംഗ് കുടുംബമായി റോത്സ്ചൈൽഡുകൾ മാറി. റോത്സ്ചൈൽഡ് കഥ തുടങ്ങുന്നത് സമ്പന്നമായ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് ഫ്രാങ്ക്ഫർട്ടിലെ ഒരു ജൂത ഗേട്ടയ്ക്കുള്ളിലാണ്. അതൊരു നഗരമല്ല, മറിച്ച് നിയന്ത്രണങ്ങളുടെ, പരിമിതികളുടെ ഒരു തറവാടായിരുന്നു. അക്കാലത്ത് നിയമങ്ങൾ ജൂതന്മാർക്കെതിരായിരുന്നു. ഭൂമി സ്വന്തമാക്കാൻ പാടില്ല, കൃഷി ചെയ്യാൻ അനുമതിയില്ല, ബഹുമാനമുള്ള പല തൊഴിലുകളും നിഷിദ്ധം. ഈ ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് മേയർ ആംഷർ റോത്സ്ചൈൽഡ് എന്ന തുടക്കക്കാരൻ തന്റെ അതിജീവനം പൊരുതി നേടിയത്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളും പഴയ ഉപകരണങ്ങളും വിൽക്കുന്ന ആ ഇടുങ്ങിയ തെരുവുകളിൽ അദ്ദേഹം തുണി വ്യാപാരത്തിൽ മുഴുകി. പക്ഷെ മേയർ ആംഷറിന്റെ ബുദ്ധി സാധാരണ വ്യാപാരിയുടേതായിരുന്നില്ല. തുണി വിൽക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ലാഭം അയാളെ തൃപ്തിപ്പെടുത്തിയില്ല. അയാൾ പതുക്കെ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ അധികാരം വസ്ത്രങ്ങളിലല്ല, മറിച്ച് സ്വർണത്തിലും പുരാതനമായ നാണയങ്ങളിലുമാണ്. ആ കാലത്ത് യൂറോപ്പിലെ പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും അപൂർവ നാണയങ്ങൾ ശേഖരിക്കുന്നത് ഒരു ഹരമായിരുന്നു. അവിടെയാണ് ആംഷൻ തന്റെ ബുദ്ധിപരമായ നീക്കം നടത്തിയത്. വെറും നാണയങ്ങൾ വിൽക്കുന്നതിന് പകരം അദ്ദേഹം ആ നാണയങ്ങളുടെ ചരിത്രവും മൂല്യവും പഠിച്ച് ഒരു വിദഗ്ധനായി മാറി. പതുക്കെ പതുക്കെ ഗെട്ടോയിലെ ആ ചെറിയ വീട് ഒരു വലിയ കച്ചവട കേന്ദ്രമായി മാറി. ആ വീടിന്റെ പേരിൽ നിന്നാണ് ലോകം പിന്നീട് ആദരവോടെയും ഭയത്തോടെയും വിളിച്ച ആ പേര് ജനിക്കുന്നത്, റോത്സ്ചൈൽഡ്. ഈ ഘട്ടത്തിലാണ് മേയർ ആംഷർ റോത്സ്ചൈൽഡ് ആ വിദ്യ പ്രയോഗിക്കുന്നത്. ഇന്ന് വാൾ സ്ട്രീറ്റിൽ പോലും ചർച്ചയാകുന്ന ഫ്രണ്ട് റണ്ണിംഗ് എന്ന തന്ത്രം. അക്കാലത്ത് ഹെസ്സെ കാസയിലെ രാജകുമാരൻ വില്യമായിരുന്നു മേയറുടെ ഏറ്റവും വലിയ ക്ലയന്റ്. രാജകുമാരന് സ്വർണ്ണ നാണയങ്ങൾ വേണമെങ്കിൽ അദ്ദേഹം ആംഷലിനെ വിളിക്കും. എന്നാൽ ആംഷൽ അവിടെ വെറും ഒരു ഏജന്റ് ആയിരുന്നില്ല. അദ്ദേഹം ചെയ്തത് ഇതായിരുന്നു: രാജകുമാരന് വേണ്ടി വിപണിയിൽ പോകുന്നതിന് തൊട്ടു മുമ്പ് സ്വന്തം കയ്യിലുള്ള പണമോ കടം വാങ്ങിയ പണമോ ഉപയോഗിച്ച് ആംഷൻ ആ നാണയങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും. എന്നിട്ട് അത് രാജകുമാരന് ഉയർന്ന വിലയ്ക്ക് വിൽക്കും. ഒരു വശത്ത് കമ്മീഷൻ, മറുവശത്ത് വിലയിലെ വ്യത്യാസം വഴിയുള്ള ലാഭം. ഒരേ സമയം 2 വഴിയിലൂടെ പണം ഒഴുകി. ഈ ബുദ്ധിപരമായ കളി ആംഷലിനെ ഗെട്ടോയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറ്റി. 1780-കളായപ്പോഴേക്കും രാജകുമാരൻ വില്യം തന്റെ സമ്പൂർണ്ണ ധനകാര്യ ചുമതലകൾ ആംഷലിനെ ഏൽപ്പിച്ചു. പക്ഷേ ആംഷൻ അവിടെയും തൃപ്തനായിരുന്നില്ല. അയാൾക്കറിയാമായിരുന്നു, വ്യാപാരം കൊണ്ട് സമ്പത്തുണ്ടാക്കാം, പക്ഷെ അധികാരം, പവർ വേണമെങ്കിൽ കളി മാറണം. വ്യാപാരിയിൽ നിന്ന് ബാങ്കറിലേക്കുള്ള മാറ്റം വെറുമൊരു ബിസിനസ് നീക്കമായിരുന്നില്ല. അത് സമൂഹത്തിലെ പദവിയിലേക്കും രാജകുടുംബങ്ങളുടെ വിശ്വസ്തതയിലേക്കുമുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു. ബാങ്കർ എന്നാൽ പണം സൂക്ഷിക്കുന്നവൻ മാത്രമല്ല, മറിച്ച് രാജ്യങ്ങളുടെ സാമ്പത്തിക ഭാവി നിശ്ചയിക്കുന്നവനാണ്. മേയർ ആംഷൻ ആ കവാടം തുറന്നു. ഒരു ചെറിയ തീരുമാനമാണ് പിന്നീട് ഭൂഖണ്ഡങ്ങളെ വിറപ്പിച്ച റോത്സ്ചൈൽഡ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അടിത്തറയായത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ
മേയർ ആംഷൽ റോത്സ്ചൈൽഡ് ഫ്രാങ്ക്ഫർട്ടിലെ ഏറ്റവും വലിയ ധനികനായി മാറി. എന്നാൽ കേവലം സമ്പത്ത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. രാജ്യങ്ങൾ മാറിയാലും സാമ്രാജ്യങ്ങൾ തകർന്നാലും കാലത്തെ അതിജീവിക്കുന്ന ഒരു കുടുംബ പാരമ്പര്യം അദ്ദേഹം സ്വപ്നം കണ്ടു. അതിന് ഒരു നഗരമോ ഒരു രാജ്യമോ പോലുമോ മതിയാകുമായിരുന്നില്ല. യഥാർത്ഥ വിജയം അതിർത്തികൾക്കപ്പുറമാണെന്ന് തിരിച്ചറിഞ്ഞ മേയർ ചരിത്രപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം തന്റെ 5 ആൺമക്കളെ 4 പേരെ യൂറോപ്പിന്റെ നിർണായക ശക്തി കേന്ദ്രങ്ങളിലേക്ക് അയച്ചു. വിയന്ന, നേപ്പിൾസ്, പാരീസ്, പിന്നെ ലണ്ടൻ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലണ്ടൻ വെറുമൊരു നഗരമായിരുന്നില്ല, അത് ലോകത്തിന്റെ ഹൃദയമിടിപ്പായിരുന്നു. ബ്രിട്ടന്റെ നാവിക കരുത്തും വ്യാവസായിക വിപ്ലവവും ലണ്ടനെ ആഗോള സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. ലോകത്തെ സ്വാധീനിക്കണമെങ്കിൽ ലണ്ടനെ കീഴടക്കണമെന്ന് മേയർക്ക് അറിയാമായിരുന്നു. അങ്ങനെ കുടുംബത്തിന്റെ വേരുകൾ യൂറോപ്പിന്റെ മണ്ണിൽ ആഴ്ന്നിറങ്ങാൻ അദ്ദേഹം തന്റെ 3ാമത്തെ മകൻ നഥാൻ റോത്സ്ചൈൽഡിനെ ലണ്ടനിലേക്ക് നിയോഗിച്ചു. അത് വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് ലോക ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പരീക്ഷണമായിരുന്നു. ഇനി നഥാൻ തനിച്ചാണ്. പിതാവിന്റെ പേര് ഒരു തണലായി കൂടെ ഉണ്ടാകുമെങ്കിലും വിജയം സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കേണ്ടതാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. തന്റെ പിതാവ് കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിനൊപ്പം വളരാനുള്ള അതിയായ മോഹവും കഠിനമായ സമ്മർദ്ദവും അവനിൽ ഉണ്ടായിരുന്നു. പിതാവ് നൽകിയ 20,000 പൗണ്ട് അതായിരുന്നു അവന്റെ ഏക ആയുധം. അത് സുരക്ഷിതമായി വെക്കാനല്ല, മറിച്ച് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇരട്ടിയാക്കാനാണ് അവൻ തീരുമാനിച്ചത്. അക്കാലത്ത് ലണ്ടനിൽ തുണി വ്യവസായം തഴച്ചു വളരുകയായിരുന്നു. മറ്റുള്ളവർക്ക് അത് വെറുമൊരു കച്ചവടമായിരുന്നപ്പോൾ നഥാന് അതൊരു തന്ത്രപരമായ കളിസ്ഥലമായിരുന്നു. അവൻ തികച്ചും വ്യത്യസ്തമായ ഒരു യുദ്ധതന്ത്രം ആവിഷ്കരിച്ചു. കേവലം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് പകരം ഉൽപാദനത്തിന്റെ ഓരോ ഘട്ടത്തിലും ലാഭം കണ്ടെത്താൻ അവൻ ശ്രമിച്ചു. നിർമ്മാതാക്കൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും ചായങ്ങളും അവൻ നേരിട്ട് നൽകി. പകരം അവിടെ നിന്ന് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്വന്തം വിതരണ ശൃംഖലയിലൂടെ വിപണിയിലെത്തിച്ചു. ഇതിലൂടെ ഉൽപാദനം മുതൽ വിതരണം വരെയുള്ള എല്ലാ തലങ്ങളിലും ലാഭം കൊയ്യാൻ നഥാന് സാധിച്ചു. അസംസ്കൃത വസ്തുക്കളിൽ നിന്നും സംസ്കരണ പ്രക്രിയയിൽ നിന്നും ഒടുവിൽ വിപണിയിലെ വിൽപ്പനയിൽ നിന്നും. അങ്ങനെ ഒരേ സമയം 3 വഴികളിലൂടെ പണം നഥാനിലേക്ക് ഒഴുകിയെത്തി. ഇതിന്റെ ഫലം അത്ഭുതകരമായിരുന്നു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവന്റെ പക്കലുണ്ടായിരുന്ന 20,000 പൗണ്ട് 60,000 പൗണ്ടായി വർദ്ധിച്ചു. പക്ഷെ അവിടെയും നഥാൻ തൃപ്തനായില്ല. ലാഭത്തിന്റെ വേഗത കൂട്ടാൻ അവൻ അപകടകരമായ വഴികൾ തിരഞ്ഞെടുത്തു. യുദ്ധകാലത്തെ കടുത്ത നിയന്ത്രണങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് അതിർത്തികൾക്കപ്പുറത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കള്ളക്കടത്ത് ശൃംഖലയിലേക്ക് അവൻ ചുവടുവെച്ചു. തുണിത്തരങ്ങളും വിലയേറിയ ലോഹങ്ങളും അവൻ രഹസ്യമായി കൈമാറി. അപകട സാധ്യത ഏറെ ആയിരുന്നുവെങ്കിലും ലാഭം അതിനേക്കാൾ വലുതായിരുന്നു. മറ്റുള്ളവർ ഭയന്നിടത്ത് തന്റെ കൃത്യമായ ആസൂത്രണവും വിശ്വസ്തരായ ആളുകളുടെ ശൃംഖലയും ഉപയോഗിച്ച് നഥാൻ വിജയം കൊയ്തു. ലണ്ടന്റെ മണ്ണിൽ ഒരു പുതിയ ശക്തി പതുക്കെ ഉദയം കൊള്ളുകയായിരുന്നു. അതൊരു വെറും വ്യാപാരമല്ലായിരുന്നു, ലോകത്തെ വിറപ്പിക്കാൻ പോകുന്ന ഒരു ബാങ്കറുടെ ജനനമായിരുന്നു അത്. 1708 ആയപ്പോഴേക്കും യൂറോപ്പിലെ വ്യാപാരികൾക്കിടയിൽ ഒരു സംസാരമേ ഉണ്ടായിരുന്നുള്ളൂ: നഥാൻ റോത്സ്ചൈൽഡ്. അതൊരു പേര് മാത്രമായിരുന്നില്ല, അതൊരു ഉറപ്പായിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും അതിർത്തികൾ ശത്രുക്കൾ ഉപരോധിക്കുമ്പോഴും നഥാന്റെ ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമായിരുന്നു. ഈ വിശ്വസ്തത നഥാന്റെ ബിസിനസിനെ അവിശ്വസനീയമായ വേഗത്തിൽ വളർത്തി. വെറും 5-6 വർഷങ്ങൾ കൊണ്ട് അവന്റെ വ്യാപാരം ലക്ഷക്കണക്കിന് പൗണ്ടുകളുടെ ആധിപത്യത്തിലേക്ക് കുതിച്ചുയർന്നു. എന്നാൽ നഥാൻ അവിടെ ഒരു വലിയ പ്രതിസന്ധി കണ്ടു. വ്യാപാരത്തിന് പരിധികളുണ്ട്. കപ്പലുകൾ മുങ്ങാം, സാധനങ്ങൾ നശിക്കാം, വിപണി ഇടിയാം. പക്ഷെ പണത്തിന് പരിധികളില്ല. കൈമാറുന്നത് തുണിയായാലും സ്വർണമായാലും അവയ്ക്കെല്ലാം പിന്നിലെ യഥാർത്ഥ ഇന്ധനം പണമാണ്. ഈ തിരിച്ചറിവോടെ നഥാൻ തന്റെ അടുത്ത വലിയ ചുവട് വെച്ചു. അയാൾ വെറുമൊരു വ്യാപാരി അല്ലാതെയായി മാറി. അയാൾ ഒരു ബാങ്കറായി സ്വയം പ്രഖ്യാപിച്ചു. ഫ്രാങ്ക്ഫർട്ടിലെ പിതാവിന്റെ ബാങ്കിനെ പോലും വെല്ലുന്ന തരത്തിൽ. ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായ ലണ്ടനിൽ അയാൾ തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചു. യൂറോപ്പിലുടനീളം തന്റെ സാമ്രാജ്യം പടരുമ്പോഴും മേയർ ആംഷൽ റോത്സ്ചൈൽഡിന് ഒരു കാര്യം ഉറപ്പായിരുന്നു: തന്റെ സമയം അവസാനിക്കുന്നു. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം തന്റെ മക്കൾക്ക് ഒരു ഉപദേശം നൽകി. അത് ബിസിനസ് തന്ത്രങ്ങളോ പണമുണ്ടാക്കാനുള്ള വഴികളോ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നിച്ചു നിൽക്കുക. ലാഭത്തെക്കാളും പ്രശസ്തിയെക്കാളും ഉപരി കുടുംബത്തിന്റെ ഐക്യമാണ് വലുതെന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു. പിൽക്കാലത്ത് റോത്സ്ചൈൽഡ് കുടുംബത്തിന്റെ അതിജീവനത്തിന് ആധാരമായതും ഈ ഒരൊറ്റ മൂലക്കല്ലാണ്. പിന്നീട് ഭൂഖണ്ഡം കണ്ടത് മാറ്റത്തിന്റെ കാറ്റാണ്. ഇത് സാധാരണ യുദ്ധങ്ങളായിരുന്നില്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു.
19-ാം നൂറ്റാണ്ടിലെ നീണ്ട യുദ്ധങ്ങളിൽ ബ്രിട്ടന് തകരാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ടായിരുന്നു. മുന്നിൽ ചരിത്രം മാറിക്കൊണ്ടിരുന്നു, പക്ഷെ പിന്നിൽ പണം പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് നാം അമേരിക്കയെ ഒരു സൂപ്പർ പവറായി കാണുന്നു. എന്നാൽ 200 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടൻ ആയിരുന്നു ആ സ്ഥാനത്ത്. ഇന്നത്തെ അമേരിക്കയേക്കാൾ വലിയ സ്വാധീനം അന്ന് ബ്രിട്ടൻ ഉണ്ടായിരുന്നു. ആ ആധിപത്യത്തിന്റെ നടുവിലാണ് 1814 പിറക്കുന്നത്. വെല്ലിംഗ്ടൺ ഡ്യൂക്കിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം നെപ്പോളിയനെ പരാജയപ്പെടുത്തി മുന്നേറുന്നു. അടുത്ത ലക്ഷ്യം ഫ്രാൻസ്. പക്ഷേ ഒരു വലിയ പ്രശ്നം, യുദ്ധം ജയിക്കാൻ വെടിയുണ്ടകൾ മാത്രം പോരാ. സൈന്യത്തിന് ശമ്പളം നൽകണം, ഭക്ഷണം വേണം, ആയുധങ്ങൾ എത്തിക്കണം. ഇതിനെല്ലാം പണം വേണം. പക്ഷെ ബ്രിട്ടീഷ് പൗണ്ട് അല്ല, പകരം ഫ്രഞ്ച് നാണയങ്ങൾ, അതും കിലോ കണക്കിന് സ്വർണവും. യുദ്ധഭൂമിയുടെ നടുവിൽ ഇത്രയും സ്വർണം എവിടെ നിന്ന് വരും? ഇവിടെയാണ് നഥാൻ റോത്സ്ചൈൽഡ് എന്ന സൂത്രധാരൻ രംഗപ്രവേശനം ചെയ്തത്. അദ്ദേഹത്തിന് ഇതൊരു പ്രതിസന്ധി ആയിരുന്നില്ല, ഒരു അപൂർവ അവസരമായിരുന്നു. ലണ്ടനിലെ വിപണിയിലുള്ള സ്വർണം മുഴുവൻ നഥാൻ വാരിക്കൂട്ടി. വെല്ലിംഗ്ടണ് അത് ആവശ്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ സ്വർണം കയ്യിലുണ്ടായാൽ മാത്രം പോരല്ലോ. ശത്രുക്കൾ വലയം ചെയ്ത യുദ്ധമേഖലകളിലൂടെ കടൽ കടന്ന് അതിർത്തികൾ ഭേദിച്ച് ഈ സ്വർണം എങ്ങനെ സൈന്യത്തിന്റെ കൈകളിലെത്തും? അതീവ അപകടകരമായ സങ്കീർണമായ ഒരു ദൗത്യം. നഥാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. കാരണം അയാൾക്കറിയാമായിരുന്നു, യുദ്ധങ്ങളുടെ ഫലം തീരുമാനിക്കുന്നത് വെടിയുണ്ടകളല്ല, മറിച്ച് അവയെ ചലിപ്പിക്കുന്ന സാമ്പത്തിക ശക്തിയാണ്. എന്നിട്ടും നഥാൻ അത് വിജയകരമായി നടപ്പാക്കി. ഈ ഒരൊറ്റ നീക്കം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മാസ്റ്റർ സ്ട്രോക്കായി മാറി. ഇതിനെ തുടർന്ന് യൂറോപ്പ് ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഭൂഖണ്ഡം മുഴുവൻ യുദ്ധങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, യുദ്ധം തുടങ്ങാൻ പണം വേണം, തോറ്റാൽ നഷ്ടപരിഹാരം നൽകാനും പണം വേണം. ഈ ഘട്ടത്തിലാണ് സർക്കാരുകൾ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ അന്ധമായി ആശ്രയിക്കാൻ തുടങ്ങിയത്. അവിടെയാണ് റോത്സ്ചൈൽഡ് ഹൗസ് അനിവാര്യമായി മാറിയത്. പക്ഷേ റോത്സ്ചൈൽഡുകളുടെ യഥാർത്ഥ ശക്തി വെറും പണമായിരുന്നില്ല. അത് യൂറോപ്പിലുടനീളം അവർ പടർത്തിയ ഒരു രഹസ്യ ശൃംഖലയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഡിജിറ്റൽ ബാങ്കിങ്ങോ ഗൂഗിൾ പേയോ ഒന്നുമില്ല. രാജ്യങ്ങൾക്കിടയിൽ പണം നീക്കുക എന്നത് മാസങ്ങളെടുക്കുന്ന അപകടം നിറഞ്ഞ ദൗത്യമായിരുന്നു. വേഗതയില്ല, വിശ്വാസമില്ല, അപകടം ഏറെ. മറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമായപ്പോൾ റോത്സ്ചൈൽഡുകൾക്ക് ഇതൊരു അവസരമായിരുന്നു. കാരണം ആ ശൂന്യത അവർ നികത്തി. കറൻസി മാറാനും പണം അതിർത്തി കടത്താനും അവർ വൻതോതിൽ ഫീസുകൾ ഈടാക്കി. ചില ഇടപാടുകളിൽ കമ്മീഷൻ 8% വരെയായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, 8%? അത് കൊള്ളയല്ലേ എന്ന്. അതെ, വലിയ തുക തന്നെയായിരുന്നു. പക്ഷേ ആ കാലത്ത് ഇത്രയും വേഗത്തിലും വിശ്വസ്തയോടെയും പണം എത്തിക്കാൻ ലോകത്ത് മറ്റാരുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജകുടുംബങ്ങളും ഗവൺമെന്റുകളും വ്യാപാരികളും ഒരേ വാതിൽക്കൽ വരി നിന്നു, റോത്സ്ചൈൽഡ് ബാങ്ക്. അവർ വെറും പണം മാത്രമല്ല നീക്കിയത്, അവർ വിവരങ്ങളും വേഗതയും നിയന്ത്രിച്ചു. ശത്രുക്കൾ അറിയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് യുദ്ധവാർത്തകൾ റോത്സ്ചൈൽഡുകൾ അറിഞ്ഞു തുടങ്ങി. ആ വിവരങ്ങൾ അവർ ലാഭമാക്കി മാറ്റി. അവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങിയത്. എല്ലാവരും കരുതിയത് റോത്സ്ചൈൽഡുകൾ പണമുണ്ടാക്കുന്നത് വെറും കമ്മീഷൻ വഴിയാണെന്നാണ്. എന്നാൽ അവർ മറ്റാരും തിരിച്ചറിയാത്ത ഒരു സത്യം മനസ്സിലാക്കി. ധനകാര്യ ലോകത്ത് പണത്തേക്കാൾ വിലയുള്ളത് വിവരങ്ങൾക്കാണ്. അവർ തങ്ങളുടെ സ്വന്തം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നിർമ്മിച്ചു. ഇന്നത്തെ ഇന്റർനെറ്റിന്റെ പഴയകാല രൂപം. രഹസ്യ കൊറിയർമാർ, ഏറ്റവും വേഗതയേറിയ കുതിരകൾ, പരിശീലനം ലഭിച്ച കാരിയർ പ്രാവുകൾ. സർക്കാർ സംവിധാനങ്ങൾ ഒരു വാർത്ത അറിയുന്നതിന് മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ മുമ്പേ റോത്സ്ചൈൽഡുകൾ അത് അറിഞ്ഞിരുന്നു. യുദ്ധം ആര് ജയിച്ചു, കറൻസിയുടെ വില എപ്പോൾ ഇടിയും, വിപണി പ്രതികരിക്കുന്നതിന് മുമ്പേ അവർ നീക്കങ്ങൾ നടത്തി. ഈ മുൻതൂക്കം നഥാൻ റോത്സ്ചൈൽഡിനെ ലോകത്തെ ഏറ്റവും വലിയ ധനികനാക്കി മാറ്റി. പക്ഷേ ചരിത്രത്തിൽ ഒരു സത്യമുണ്ട്, അപാരമായ സമ്പത്തിന് പോലും സമയത്തെ തോൽപ്പിക്കാനാവില്ല. 58-ാം വയസ്സിൽ നഥാൻ റോത്സ്ചൈൽഡ് വിടവാങ്ങി. ആ വാർത്ത യൂറോപ്പിനെ നടുക്കി. വിപണികൾ ആടിയുലഞ്ഞു. പത്രങ്ങൾ ഇതൊരു വൻ ദുരന്തമായി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ലോകം കാത്തിരുന്ന ആ ഒരു കാര്യം മാത്രം സംഭവിച്ചില്ല. റോത്സ്ചൈൽഡ് സാമ്രാജ്യം തകർന്നില്ല. എന്തുകൊണ്ട്? കാരണം നഥാൻ നിർമ്മിച്ചത് ഒരു വ്യക്തിയെ ആശ്രയിച്ചുള്ള ബിസിനസ് അല്ല, മറിച്ച് വികേന്ദ്രീകൃത വ്യൂഹമായിരുന്നു. ലണ്ടനിൽ നഥാൻ വീണപ്പോൾ നേതൃത്വം പാരീസിലുള്ള ഇളയ സഹോദരൻ ജെയിംസ് റോത്സ്ചൈൽഡിലേക്ക് കൈമാറപ്പെട്ടു. ജെയിംസിന് മുന്നിലുള്ള ലോകം മാറുകയായിരുന്നു. യുദ്ധങ്ങൾ അവസാനിക്കുന്നു, പുതിയൊരു വിപ്ലവം വരാനിരിക്കുന്നു. ഇനി റോത്സ്ചൈൽഡുകൾ പണം ഇറക്കാൻ പോകുന്നത് വെടിയുണ്ടകളിലല്ല, റെയിൽവേ ട്രാക്കുകളിലാണ്. യുദ്ധങ്ങൾ അവസാനിച്ചതോടെ കമ്മീഷൻ വരുമാനം കുറഞ്ഞു.
പക്ഷേ റോത്ത്ചൈൽഡുകൾ വെറുതെ ഇരുന്നില്ല. ജെയിംസ് റോത്ത്ചൈൽഡ് അടുത്ത വലിയ വിപണി കണ്ടെത്തി: റെയിൽവേ. ഇന്ന് നാം കാണുന്ന ആധുനിക യൂറോപ്പിന്റെ അടിത്തറ പാകിയത് ഈ റെയിൽവേ വിപ്ലവമാണ്. റെയിൽവേ എന്നാൽ വെറും ഗതാഗതമല്ല, അത് വ്യാപാരത്തിന്റെ നട്ടെല്ലാണ്. റോത്ത്ചൈൽഡുകൾ ഇതിന്റെ പ്രധാന ധനസഹായികളായി. പക്ഷേ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു: റിസ്ക് മാനേജ്മെന്റ്. അവർ സ്വന്തം പണം മാത്രം ഇറക്കിയില്ല, പകരം മറ്റുള്ളവരുടെ പണം കൂടി ഉൾപ്പെടുത്തി സിൻഡിക്കേറ്റുകൾ രൂപീകരിച്ചു. ലാഭം അവർക്ക്, റിസ്ക് മറ്റുള്ളവർക്ക്. ഈ തന്ത്രത്തിലൂടെ അവർ ഖനനത്തിലും ലോക വ്യവസായത്തിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ടായിരുന്നു. വ്യവസായവൽക്കരണം റോത്ത്ചൈൽഡുകളെ കോടീശ്വരന്മാരാക്കിയപ്പോൾ സാധാരണക്കാർ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിച്ചു. 1840-കൾ ഫ്രാൻസ് കടക്കെണിയിൽ മുങ്ങി. ജനങ്ങളുടെ രോഷം ഭരണകൂടത്തിലും അവരെ താങ്ങി നിർത്തുന്ന റോത്ത്ചൈൽഡ് ബാങ്കിന് നേരെ തിരിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി റോത്ത്ചൈൽഡ് സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തി. ജെയിംസ് ലണ്ടനിലുള്ള തന്റെ അനന്തരവൻ ലയണലിന് ഒരു രഹസ്യ സന്ദേശം അയച്ചു: സഹായിക്കണം. ലയണലിന് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നെങ്കിൽ പാരീസ് ബാങ്കിനെ കൈവിട്ട് സ്വന്തം ലാഭം സംരക്ഷിക്കുക, അല്ലെങ്കിൽ വലിയൊരു തുക നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുക. ലയണൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അവിടെയാണ് അവരുടെ പിതാമഹൻ പഠിപ്പിച്ച ആ പാഠം വീണ്ടും ജയിച്ചത്. കുടുംബം ഒന്നാണ്. ആ സാമ്പത്തിക സഹായം പാരീസ് ബാങ്കിനെ രക്ഷിച്ചു. പക്ഷേ ലയണൽ വെറുമൊരു ബാങ്കറായി തുടരാൻ ആഗ്രഹിച്ചില്ല. തന്റെ സമൂഹത്തിന് നേരെ നിലനിൽക്കുന്ന വിവേചനങ്ങളെയും മുൻവിധികളെയും തകർക്കാൻ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ കയറണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. റോത്ത്ചൈൽഡ് കഥ ഇവിടെ വെറും പണത്തിന്റെ കഥയല്ലാതായി മാറുന്നു. ഇത് അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അവകാശ പോരാട്ടത്തിന്റെയും പുതിയൊരു അധ്യായമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലണ്ടനിൽ ഒരു ചരിത്ര നിമിഷം പിറന്നു. ലയണൽ റോത്ത്ചൈൽഡ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഒരു വമ്പൻ തടസ്സം: സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ ക്രിസ്ത്യൻ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കണം എന്നതായിരുന്നു നിയമം. ലയണൽ വിട്ടുകൊടുത്തില്ല. എന്റെ വിശ്വാസം പണയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അധികാരത്തിന്റെ കസേര വേണ്ട. 11 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ലയണൽ തന്റെ നിലപാടിൽ വിജയിച്ചു. ഇത് കേവലം ഒരു വ്യക്തിയുടെ വിജയമായിരുന്നില്ല, മറിച്ച് റോത്ത്ചൈൽഡ് കുടുംബം ബ്രിട്ടീഷ് അധികാരത്തിന്റെ സിരകളിലേക്ക് നേരിട്ട് പ്രവേശിച്ച നിമിഷമായിരുന്നു. റോത്ത്ചൈൽഡുകൾ യൂറോപ്പിൽ ആധിപത്യം ആഘോഷിക്കുമ്പോൾ അറ്റ്ലാന്റിക്കിന് അപ്പുറത്ത് ഒരു പുതിയ ശക്തി നിശബ്ദമായി വളരുകയായിരുന്നു: ജൂലിയസ് മോർഗൻ. ശാന്ത പക്ഷെ അങ്ങേയറ്റം കണക്കുകൂട്ടലുകളുള്ള ഒരു ബാങ്കർ. യൂറോപ്പിലെ വമ്പന്മാരെ വീഴ്ത്തണമെങ്കിൽ യുദ്ധങ്ങളുടെ ധനസഹായത്തിൽ ഇടപെടണമെന്ന് മോർഗന് അറിയാമായിരുന്നു. ഫ്രാൻസും റഷ്യയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. റഷ്യയുടെ അജേയനായ നേതാവ് ബിസ്മാർക്ക് ഫ്രാൻസിനെ തകർക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അവിടെയാണ് ബാങ്കിംഗ് ലോകത്തെ 2 ഭീമന്മാർ 2 വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്തത്. ഫ്രാൻസ് തോൽക്കും, അതുകൊണ്ട് അവർക്ക് വായ്പ നൽകുന്നത് നഷ്ടമാണ് എന്ന നിലപാടിൽ റോത്ത്ചൈൽഡ് അവർ പിൻവാങ്ങുകയുണ്ടായി. ഫ്രാൻസ് തോറ്റാൽ അവരുടെ രാജ്യം സമ്പന്നമാണ്, അവർ പണം തിരിച്ചടയ്ക്കും. ജൂലിയസ് മോർഗൻ എടുത്ത നിലപാട് അതായിരുന്നു. മോർഗൻ ഒരു വമ്പൻ ചൂതാട്ടം നടത്തി. 10 ദശലക്ഷം പൗണ്ട് അദ്ദേഹം ഫ്രാൻസിന് നൽകി. ഫ്രാൻസ് യുദ്ധത്തിൽ തകർന്നുപോയി എന്നത് സത്യമാണ്. പക്ഷേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഫ്രഞ്ച് സർക്കാർ തങ്ങളുടെ വായ്പകൾ കൃത്യസമയത്ത് ബോണസോടുകൂടി തിരിച്ചടച്ചു. ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ജൂലിയസ് മോർഗൻ സമ്പാദിച്ചത് 1 ദശലക്ഷം പൗണ്ടിന്റെ ലാഭമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി റോത്ത്ചൈൽഡുകൾക്ക് പകരമായി ലോകം വിശ്വസിക്കാവുന്ന ഒരു പുതിയ ഫിനാൻഷ്യൽ ഡൈനാസ്റ്റി അവിടെ പിറന്നു. മോർഗൻ സാമ്രാജ്യത്തിന്റെ ഉദയമായിരുന്നു അത്. യൂറോപ്പിലെ പഴയ ബാങ്കിംഗ് സാമ്രാജ്യങ്ങൾക്ക് നേരെ ഒരു പുതിയ ശത്രു ഉയർന്നു വന്നു: മോർഗൻ ഹൗസ്. അതേസമയം റോത്ത്ചൈൽഡ് കുടുംബത്തിനുള്ളിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു. 1868-ൽ ജെയിംസ് റോത്ത്ചൈൽഡിന്റെ മരണത്തോടെ ആ പഴയ ഐക്യം നഷ്ടമായി. ഇളയ തലമുറ വിഭജിക്കപ്പെട്ടു. തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അവർ ഈജിപ്തിലും ഇന്ത്യയിലും റെയിൽവേ പദ്ധതികളിൽ പണം വാരിക്കോരി നിക്ഷേപിച്ചു. പക്ഷേ അവർ ഒരു വലിയ സത്യം കാണാതെ പോയി: ലോകത്തിന്റെ കേന്ദ്രം മാറുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ അമേരിക്ക സ്ഫോടനാത്മകമായി വളർന്നു. ട്രാൻസ്കോണ്ടിനെന്റൽ റെയിൽവേ പൂർത്തിയായതോടെ രാജ്യം പടിഞ്ഞാറോട്ട് വ്യാപിച്ചു. ഈ കാലഘട്ടം പുതിയൊരു വർഗത്തെ ജനിപ്പിച്ചു: ഇത് ഇൻഡസ്ട്രിയൽ ജയൻസ്. വാൻഡർബിൽറ്റ് റെയിൽവേയുടെ രാജാവ്, ആൻഡ്രൂ കാർണഗി ഉരുക്കിന്റെ ശില്പി, ജോൺ ഡി റോക്ക്ഫെല്ലർ ഊർജ വിപണി കീഴടക്കിയ ഓയിൽ ഭീമ. ഇവർ വെറും പണമല്ല ഉണ്ടാക്കിയത്, അവർ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ അടിമുടി നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ റോത്ത്ചൈൽഡുകൾ അമേരിക്കയെ ഗൗരവമായി എടുത്തില്ല. അവർക്കത് വെറും ഒരു കുഴപ്പങ്ങൾ നിറഞ്ഞ വിപണി മാത്രമായിരുന്നു.
എന്നാൽ 1893 എല്ലാം മാറിമറിഞ്ഞു. അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യം, അമിതമായ കടവും റെയിൽവേയുടെ തകർച്ചയും രാജ്യത്തെ പരിഭ്രാന്തിയിലായിരുന്നു. ബാങ്കുകൾ തകർന്നു, ബിസിനസ്സുകൾ പൂട്ടി. പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലാൻഡ് ഒരു വലിയ പ്രതിസന്ധിയിലായി. സ്വർണശേഖരം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് ഡോളർ ഇന്നത്തെ പോലെ ലോകത്തിന്റെ രാജാവല്ല, ആ സ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിനായിരുന്നു. അമേരിക്കൻ ഗവൺമെന്റ് പാപ്പരാകാൻ പോകുന്നു എന്ന ഭീതി പടർന്നപ്പോൾ ലോകം ഒരു ചോദ്യം ചോദിച്ചു: ആരാണ് അമേരിക്കയെ രക്ഷിക്കുക? പഴയ രാജാക്കന്മാരായ റോസ്ചൈൽഡുകളോ അതോ പുതിയ ശക്തിയായ JP മോർഗനോ? അമേരിക്കൻ ഗവൺമെന്റ് തകർച്ചയുടെ വക്കിലായിരുന്നു. സ്വർണശേഖരം തീരാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കി. അമേരിക്ക പാപ്പരായാൽ അത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ തകർക്കും. ഈ പ്രതിസന്ധിയിലാണ് പ്രസിഡന്റ് ക്ലീവ്ലാൻഡ് ആ ഒരു പേരിലേക്ക് തിരിയുന്നത്, JP മോർഗൻ. മോർഗന് ഒരു കാര്യം അറിയാമായിരുന്നു: അമേരിക്കയെ രക്ഷിക്കാൻ വൻതോതിൽ സ്വർണം വേണം. ആ സ്വർണം ആരുടെ കയ്യിലുണ്ട്? ലോകം മുഴുവൻ സ്വർണ്ണക്കനികളിൽ നിക്ഷേപം നടത്തിയിരുന്ന ഒരേ ഒരു കുടുംബം, റോസ്ചൈൽഡ്. മോർഗൻ മുൻകൈയെടുത്ത് റോസ്ചൈൽഡുകളുമായി ചേർന്ന് ഒരു വമ്പൻ ഡീൽ ഉറപ്പിച്ചു. US ട്രഷറിക്കായി ദശലക്ഷക്കണക്കിന് ഓൺ സ്വർണം അവർ എത്തിച്ചു. ബാങ്കുകൾക്ക് സർക്കാരുകളെ വിശ്വസിക്കാം, കാരണം സർക്കാരുകൾക്ക് നികുതി കൂട്ടി പണം തിരിച്ചടയ്ക്കാനുള്ള അധികാരമുണ്ട്. ഈ സ്വർണ്ണക്കരാർ പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും വിശ്വാസം വന്നു. ബോണ്ടുകൾ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റുതീർന്നു. ഈ നിമിഷം ചരിത്രം മാറ്റിവരച്ചു. അമേരിക്ക വെറും ഒരു രാജ്യമല്ല, ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു സൂപ്പർ പവർ ആണെന്ന് ആഗോള വേദിയിൽ തെളിയിക്കപ്പെട്ടു. അമേരിക്ക വളരുമ്പോൾ യൂറോപ്പ് മറ്റൊരു വിനാശത്തിലേക്ക് നീങ്ങുകയായിരുന്നു. 1900കളുടെ തുടക്കം. രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം മുറുകി, സൈന്യങ്ങൾ വലുതായി. റോസ്ചൈൽഡുകൾ ഇതിലും ഒരു ലാഭം കണ്ടു: യുദ്ധവായ്പകൾ. ബ്രിട്ടീഷ് നാവിക ശക്തിയെ വളർത്താൻ ലണ്ടനിലെ നാറ്റി റോസ്ചൈൽഡ് പണം ഒഴുകി. പക്ഷെ വരാനിരിക്കുന്ന യുദ്ധം എത്രത്തോളം മാരകമായിരിക്കുമെന്ന് ആരും കരുതിയില്ല. 1914 ജൂൺ 28 സെർബിയയിൽ വെച്ച് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് വധിക്കപ്പെട്ടു. അതൊരു വെറും വധമായിരുന്നില്ല, അതൊരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. ബാൽക്കൻ മേഖലയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ദേശീയതയുടെ തീപ്പൊരി ആ ഒരൊറ്റ വെടിയുണ്ടയിലൂടെ ആളിപ്പടർന്നു. പഴയ സാമ്രാജ്യങ്ങളുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിന് അവിടെ തിരിതെളിഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധം ലോകം മുമ്പ് കണ്ടിട്ടുള്ള പോരാട്ടങ്ങളെ പോലെ അല്ലായിരുന്നു. കോടിക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. എന്നാൽ റോസ്ചൈൽഡ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു ദുരന്തത്തിന് കൂടി സാക്ഷിയായി. ചരിത്രത്തിൽ ആദ്യമായി കുടുംബങ്ങൾ യുദ്ധത്തിന്റെ 2 പക്ഷങ്ങളിലായി വിഭജിക്കപ്പെട്ടു. പണം ഒഴുകിക്കൊണ്ടിരുന്നുവെങ്കിലും അവരുടെ ഒരുമ തകരാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് അറ്റ്ലാന്റിക്കിന് അപ്പുറത്ത് JP മോർഗന്റെ മകൻ ജാക്ക് മോർഗൻ ആധിപത്യം ഏറ്റെടുത്തു. യുദ്ധം ജയിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പണം നൽകിയത് മോർഗൻ ബാങ്ക് ആയിരുന്നു. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ലണ്ടനിൽ നിന്നും ഔദ്യോഗികമായി ന്യൂയോർക്കിലേക്ക് മാറ്റി. 1930കൾ യൂറോപ്പ് ഇരുട്ടിലേക്ക് നീങ്ങി. സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും ജൂതവിരുദ്ധയ്ക്ക് വളമായി. ലോകത്തിലെ ഏറ്റവും വലിയ ജൂത ബാങ്കിംഗ് കുടുംബമായ റോസ്ചൈൽഡുകൾ ഹിറ്റ്ലറുടെ പ്രധാന ലക്ഷ്യമായി മാറി. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. നാസി ടാങ്കുകൾ പാരീസിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത റോസ്ചൈൽഡ് കൊട്ടാരങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടു. കുടുംബാംഗങ്ങൾ ജീവനും കൊണ്ട് ബ്രിട്ടനിലേക്കും അമേരിക്കയിലേക്കും പലായനം ചെയ്തു. യുദ്ധം അവസാനിച്ചു. ജർമ്മനി കീഴടങ്ങി. പക്ഷേ റോസ്ചൈൽഡ് സാമ്രാജ്യം ഇനി പഴയതുപോലെ അല്ല. അവർ ചിന്നിച്ചിതറിപ്പോയി. എങ്കിലും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ലണ്ടനിലെ NM റോസ്ചൈൽഡ് ആൻഡ് സൺസ് എന്ന ശാഖയിലൂടെ അവർ വീണ്ടും പടുത്തുയർത്താൻ തുടങ്ങി. ഇന്ന് പഴയതുപോലെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ അദൃശ്യ ശക്തിയായി റോസ്ചൈൽഡുകൾ ഇല്ലായിരിക്കാം. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മേയർ ആംസ്റ്റർ റോസ്ചൈൽഡ് പഠിപ്പിച്ച ഒരു പാഠം ഇന്നും പ്രസക്തമായി നിൽക്കുന്നു. അധികാരം മാറിയാൽ, രീതികൾ മാറിയാൽ, ശക്തമായ സർക്കാരുകളുമായുള്ള ശക്തമായ ബന്ധങ്ങളാണ് ദീർഘകാല നിലനിൽപ്പിന്റെ താക്കോൽ. യുദ്ധത്തിന് ശേഷം റോസ്ചൈൽഡുകൾ ഒരു കാര്യം തീരുമാനിച്ചു: ഇനി പഴയതുപോലെ ആക്രോശകരമായ വികസനത്തിനില്ല. വലിയ പരസ്യങ്ങളോ പൊതുജന ശ്രദ്ധയോ അവർ ആഗ്രഹിച്ചില്ല. പകരം ഒരു ലോ പ്രൊഫൈൽ സ്വകാര്യ സ്ഥാപനമായി പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. നിശബ്ദമായി, എന്നാൽ ശക്തമായി. ഈ ശാന്തമായ ലോകത്തേക്കാണ് 1970കളിൽ റോബർട്ട് മാക്സ്വെൽ എന്ന മനുഷ്യൻ ഇരച്ചു കയറുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിലും പിന്നീട് ഇന്റലിജൻസിലും പ്രവർത്തിച്ച മാക്സ്വെൽ ഒരു സാധാരണ ബിസിനസ്സുകാരനായിരുന്നില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാക്സ്വെല്ലിന് ഒരു ആഗ്രഹമല്ല, അതൊരു ആസക്തിയായിരുന്നു. ഹോളോകോസ്റ്റിൽ തന്റെ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ലോകം തന്റെ
കാൽ കീഴിലാക്കാൻ ഉറച്ചു. പ്രസിദ്ധീകരണ രംഗത്ത് അദ്ദേഹം ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. പക്ഷേ ഈ വളർച്ചയ്ക്ക് ഇന്ധനം പകരാൻ വൻതോതിൽ പണം വേണമായിരുന്നു. അവിടെയാണ് അദ്ദേഹം റോത്സ്ചൈൽഡ് ബാങ്കുമായി കൈകോർക്കുന്നത്. 1980 ആയപ്പോഴേക്കും മാക്സ്വെൽ ഒരു ആഗോള സെലിബ്രിറ്റി ബിസിനസ്സുകാരനായി മാറി. ഓഹരി വിലകൾ കുതിച്ചുയർന്നു. പത്രങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തി. പുറമേ കാണുമ്പോൾ എല്ലാം പെർഫെക്റ്റ്. പക്ഷേ ഈ തിളക്കത്തിന് പിന്നിൽ ഒരു വലിയ ചതിക്കുഴി രൂപപ്പെടുന്നുണ്ടായിരുന്നു. പത്രത്തലക്കെട്ടുകൾക്കും ഓഹരി വിപണികൾക്കും അറിയാത്ത മറ്റൊരു കഥ മാക്സ്വെല്ലിന്റെ സാമ്രാജ്യത്തിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. 1980 ലോകം ഒരു സാമ്പത്തിക വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ചെറുകിട ബാങ്കുകൾ ലയിച്ച് കൂറ്റൻ മെഗാ ബാങ്കുകളായി മാറി. ഡെറിവേറ്റീവുകളും ഓപ്ഷനുകളും പോലുള്ള സങ്കീർണമായ സാമ്പത്തിക ആയുധങ്ങൾ വിപണി കീഴടക്കി. പണമുണ്ടാക്കുന്ന രീതി തന്നെ മാറിമറിഞ്ഞു. പക്ഷേ ഈ മാറ്റത്തിന് കാറ്റ് വീശിയപ്പോൾ എൻ.എം. റോത്സ്ചൈൽഡ് ബാങ്കിനുള്ളിൽ ഒരു വലിയ തർക്കം ഉടലെടുത്തു. കുടുംബത്തിലെ 2 വ്യത്യസ്ത ചിന്താഗതികൾ നേർക്കുനേർ നിന്നു. ആദ്യത്തെ വിഭാഗം വാദിച്ചു, നമുക്ക് മാറണം, ആക്രമണാത്മകമായി വികസിക്കണം. ഈ പുതിയ മെഗാ ബാങ്കുകൾക്കൊപ്പം ഓടിയെത്തിയില്ലെങ്കിൽ നാം ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലാകും. എന്നാൽ മറുവശം ഉറച്ചു നിന്നു, വേണ്ട, കുടുംബത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വളർച്ചയും നമുക്ക് ആവശ്യമില്ല. അത് പതുക്കെ ആയാലും വേണ്ടില്ല. ഈ ബാങ്ക് എന്നും റോത്സ്ചൈൽഡുകളുടെ കൈകളിൽ തന്നെ ഇരിക്കണം. ഇതൊരു വെറും ബിസിനസ് തർക്കമായിരുന്നില്ല, ഇതൊരു ഐഡന്റിറ്റി ബാറ്റിലായിരുന്നു. പാരമ്പര്യത്തെ മുറുകെ പിടിക്കണോ അതോ ആധുനികതയ്ക്ക് കീഴടങ്ങണോ? പക്ഷേ ഈ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. കാരണം അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. റോത്സ്ചൈൽഡ് എന്ന ആദരണീയമായ പേരിനെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ ശേഷിയുള്ള ഒരു വമ്പൻ പ്രതിസന്ധി. കാനറി ദ്വീപുകൾക്ക് സമീപം ഒരു സ്വകാര്യ നൗകയിൽ നിന്ന് പത്രഭീമൻ റോബർട്ട് മാക്സ്വെൽ അപ്രത്യക്ഷനാകുന്നു. ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കടലിൽ കണ്ടെത്തുന്നു. ഈ വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയ ഞെട്ടൽ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മരണശേഷം പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ഭീകരമായിരുന്നു. സ്വന്തം ജീവനക്കാരുടെ പെൻഷൻ ഫണ്ടിൽ നിന്ന് മാക്സ്വെൽ കോടിക്കണക്കിന് പൗണ്ട് മോഷ്ടിച്ചിരുന്നു. തന്റെ ആഡംബര ജീവിതവും തകരാൻ പോകുന്ന ബിസിനസ്സും നിലനിർത്താനാണ് അദ്ദേഹം ഇത് ചെയ്തത്. മാക്സ്വെല്ലുമായി റോത്സ്ചൈൽഡ് ബാങ്കിന് വർഷങ്ങളായുള്ള സാമ്പത്തിക ബന്ധമുണ്ടായിരുന്നു. ഈ അഴിമതി ബാങ്കിന്റെ പേരിനെ വല്ലാതെ ബാധിച്ചു. സാർ എവ്ലിൻ ഡി റോത്സ്ചൈൽഡിന് ഇത് വെറുമൊരു അഴിമതി കഥയായിരുന്നില്ല, അതൊരു വലിയ പാഠമായിരുന്നു. അദ്ദേഹം ഉറപ്പിച്ചു, പരസ്യമല്ല ശക്തി, രഹസ്യമാണ് ശക്തി, നിയന്ത്രണമാണ് ശക്തി. 21ാം നൂറ്റാണ്ടിൽ റോത്സ്ചൈൽഡുകൾ തങ്ങളെ തന്നെ പുനർനിർമ്മിച്ചു. അവർ പൊതുശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി. ഇന്ന് അവർ വെറുമൊരു ബാങ്കർമാരല്ല, അവർ സർക്കാരുകളുടെയും വൻ കോർപ്പറേറ്റുകളുടെയും നിശബ്ദ ഉപദേഷ്ടാക്കളാണ്. അവരുടെ ഇന്നത്തെ തന്ത്രം ലളിതമാണ്. സ്വന്തം പണം റിസ്കിൽ ഇടരുത്, മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യുക, വിശ്വാസം നിലനിർത്തുക, ഇരുട്ടിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ഇന്നവർ സൂപ്പർ പവറുകൾ ആരാണെന്ന് തീരുമാനിക്കുന്നില്ല, പക്ഷെ ആ സൂപ്പർ പവറുകൾ എങ്ങനെ സാമ്പത്തികമായി ചലിക്കണമെന്ന് അവർ ഉപദേശിക്കുന്നു. റോത്സ്ചൈൽഡുകൾ വർഷങ്ങൾക്കല്ല, തലമുറകൾക്കാണ് ചിന്തിക്കുന്നത്. രാജ്യങ്ങൾ തകരും, കറൻസികൾ മാറും, സിസ്റ്റങ്ങൾ ഇല്ലാതാകും, പക്ഷേ പണത്തിനുമേലുള്ള നിയന്ത്രണം ഇവർ വിട്ടുകൊടുക്കില്ല. ഇന്ന് റോത്സ്ചൈൽഡുകളെ ഭയപ്പെടേണ്ടത് അവരുടെ സമ്പത്ത് കണ്ടല്ല, മറിച്ച് അവരുടെ നിശബ്ദത കണ്ടാണ്. ചരിത്രം വലിയ രാജാക്കന്മാരെയും സൂപ്പർ പവറുകളെയും ഓർക്കും. എന്നാൽ അവരെല്ലാം ഒരു ഘട്ടത്തിൽ ആശ്രയിച്ചിരുന്ന ഈ നിശബ്ദ കുടുംബത്തെ ചരിത്രം സൗകര്യപൂർവ്വം മറന്നുപോകും. ഒരു പക്ഷേ അതാകാം അവരുടെ ഏറ്റവും വലിയ വിജയം. ഈ ഒരു ചരിത്ര യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത് വെറും കണക്കുകളോ ബാങ്ക് ബാലൻസോ അല്ല, മറിച്ച് ലോകത്തിന്റെ ഗതി മാറ്റിയ ചില നിഗൂഢമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ ചരിത്ര രേഖകളിൽ പോലും ഉണ്ടാകില്ല. ആലോചിച്ചു നോക്കൂ, അദൃശ്യമായ കൈകൾ ഇന്ന് നമ്മൾ കാണുന്ന ജനാധിപത്യ സർക്കാരുകളും ആഗോള സാമ്പത്തിക നയങ്ങളും യഥാർത്ഥത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ നിയന്ത്രിക്കുന്നത്? അതോ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് ഈ വൻകിട കുടുംബങ്ങൾ നൽകുന്ന നിശബ്ദ ഉപദേശങ്ങളാണോ ലോകത്തിന്റെ വിധി നിശ്ചയിക്കുന്നത്? വിവരങ്ങളുടെ ഉടമസ്ഥാവകാശം. നഥാൻ റോത്സ്ചൈൽഡ് പ്രാവുകളെ ഉപയോഗിച്ച് വാർത്തകൾ നേരത്തെ അറിഞ്ഞതുപോലെ ഇന്നത്തെ അതിവേഗ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ഓരോ പണമിടപാടും ഇന്റർനെറ്റ് ചലനങ്ങളും നിരീക്ഷിക്കപ്പെടുമ്പോൾ യഥാർത്ഥ അധികാരം ഡാറ്റ കൈവശമുള്ള ഇത്തരം ശൃംഖലകൾക്കാണോ? സാമ്രാജ്യങ്ങളുടെ പതനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും പതനത്തിനും റോത്സ്ചൈൽഡുകൾ സാക്ഷ്യം വഹിച്ചു. ഇന്ന് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അടുത്ത ഒരു സൂപ്പർ പവറിനെ വാർത്തെടുക്കാൻ
ഇവർ നിശബ്ദമായി കരുക്കൾ നീക്കുന്നുണ്ടാകുമോ? പാരമ്പര്യം ബാസിസ് മാറ്റം. വ്യക്തികൾ മരിക്കാം, പക്ഷേ ഒരു കുടുംബത്തിന്റെ തത്വം, ഫിലോസഫി ലോകത്തെ വിറപ്പിച്ചു നിർത്തിയത്. പണമെന്നതിലുപരി കുടുംബം ഒന്നായി നിൽക്കുക എന്ന ആ പഴയ മൂല്യമാണ് അവരുടെ യഥാർത്ഥ സമ്പത്ത്. നിശബ്ദതയുടെ തന്ത്രം. നമ്മൾ റോസൈൽ എന്ന പേര് മറന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് നമ്മൾ അവരെ തോൽപ്പിച്ചത് കൊണ്ടാണോ, അതോ അവർ നമ്മെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കുന്നതാണോ? കാരണം ആരും ശ്രദ്ധിക്കാത്തപ്പോഴാണല്ലോ ഒരാൾക്ക് ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: നമ്മൾ കാണുന്ന ലോകമല്ല യഥാർത്ഥ ലോകം, അതിനു പിന്നിൽ മറ്റൊരു ലോകമുണ്ട്. ബാങ്കർമാരുടെ, വിവരങ്ങളുടെ, അധികാരത്തിന്റെ ഒരു നിഗൂഢമായ ലോകം. ഈ ചരിത്ര പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്തതായി ഇതുപോലെ മറ്റൊരു സാമ്പത്തിക സാമ്രാജ്യത്തിന്റെയോ, ഉദാഹരണത്തിന് റോക്ക്ഫെല്ലർ അല്ലെങ്കിൽ ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കഥയിലേക്ക് നമ്മൾ കടക്കണോ, അതോ മറ്റൊരു പുതിയ ലോക വിഷയമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ.